ഹായ്, നമസ്കാരം മക്കളെ. എ വിരട്ടിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ മക്കൾക്കും ഹാർദവമായ സ്വാഗതം. ആർമി റിക്രൂട്ട്മെന്റ് റാലിയും നേവി റിക്രൂട്ട്മെന്റ് ഒക്കെ പടിവാതിൽക്ക് എത്തിയിരിക്കുകയാണ്. +2 ഡിഗ്രി പരീക്ഷകൾ കഴിഞ്ഞ് വളരെ ഫ്രീ ആയിട്ട് IPL ഒക്കെ മാത്രം കണ്ട് ആസ്വദിച്ചിരിക്കുന്ന സമയ മറന്നുപോകട്ടെ. അപേക്ഷ അയക്കുന്ന കാര്യം ആരും മറക്കണ്ട. അപേക്ഷ അയക്കുക, നന്നായി പഠിക്കുക, നല്ലപോലെ പരീക്ഷ എഴുതുക. IPL വിവിധ ഫ്രാഞ്ചൈസികൾ ജയിക്കുന്ന കൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും വിജയിക്കട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ അഗ്നിവീർ റാലി അല്ലെങ്കിൽ ആർമി റാലികളിൽ വന്നിരിക്കുന്ന ചില കാതലായ മാറ്റങ്ങളെ കുറിച്ചാണ്. ചില മാറ്റങ്ങൾ നിങ്ങൾക്കറിയാം, എന്നാൽ ചില കാതലായ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് ഒന്ന് നമ്മൾ മനസ്സിലാക്കുക. റാലിയിൽ ഇത്തവണ നമ്മൾക്ക് 2 ട്രേഡുകളിലേക്ക് അപേക്ഷ അയക്കാൻ പറ്റും. അതിനുശേഷം വന്നിരിക്കുന്ന ഒരു കാതലായ മാറ്റമാണ് +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് +2 അപ്പിയറിംഗ് സ്റ്റുഡൻസിനും എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാം. മുൻപൊക്കെ എങ്ങനെയായിരുന്നു? നഴ്സിംഗ് അസിസ്റ്റന്റ് ഒക്കെ ആയിരുന്നെങ്കിൽ +2 പഠിച്ച് 50% മാർക്കോടുകൂടി പാസ്സായവർ, ക്ലർക്കിലാണെങ്കിൽ +2 കൊമേഴ്സോ സയൻസോ എടുത്ത് പഠിച്ചിട്ട് 50% മാർക്ക് നേടിയവർ എന്ന്. ടെക്നിക്കലിലും അങ്ങനെ ആയിരുന്നാൽ ഇപ്പോ അപ്പിയറിംഗ് ചെയ്തിരുന്നവർക്കും ഇതയക്കാം. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആർമിയുടെ അപേക്ഷ തുടങ്ങിയിരിക്കുന്നത് എന്നായിരുന്നു? 12 മാർച്ച് മുതലായിരുന്നു തുടങ്ങിയത്. എന്ന് വരെയാണ്? 10 ഏപ്രിൽ വരെയാണ്. ഇമ്പോർട്ടൻസ് ആയ ഒരു മാറ്റം വന്നിട്ടുണ്ട്. 25 ഏപ്രിലേക്ക് ഈ അപേക്ഷ അയക്കുന്ന ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇന്നിപ്പോ സൈറ്റിൽ കയറി നോക്കിയാൽ ചിലപ്പോൾ ഇന്ന് സൈറ്റിൽ വന്നിട്ടുണ്ടാവില്ല, നാളെ വരും, അല്ലെ മറ്റന്നാൾ വരും, എന്തായാലും വരും. ഉറപ്പിച്ചു 25 ഏപ്രിൽ വരെ ഉണ്ടാവും. അത് വിചാരിച്ച് ആരും അപേക്ഷ അയക്കാൻ താമസിക്കേണ്ട. പെരുന്നാളിന്റെ ക്ഷീണം കഴിഞ്ഞു, ഇനി വിഷു വരുവാണ്. വിഷു കഴിഞ്ഞപ്പോൾ പിന്നെ ഈസ്റ്റർ വരും. അപ്പൊ കുറെ അവധി ദിവസങ്ങൾ ഉണ്ടാകും. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഇടയ്ക്ക് തന്നെ നിങ്ങൾ ഈ അപേക്ഷകൾ അയച്ചു തീർക്കുക. ഓൾറെഡി ഞാൻ മുന്നേ സൂചിപ്പിച്ചതാണ്, നമ്മൾ കേരളത്തിൽ 4 ജില്ലകളിൽ കാസർഗോഡ്, വയനാട്, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ പരീക്ഷാ സെന്ററുകൾ ഇല്ലാത്തത് കൊണ്ട് അവിടെയുള്ളവർക്ക് മറ്റ് ജില്ലകളിലേക്ക് കിട്ടേണ്ടത് കൊണ്ട് പെട്ടെന്ന് അപേക്ഷ അയക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഇതൊരു പ്രധാനപ്പെട്ട മാറ്റമാണ്. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇതിന്റെ ഫിസിക്കലിനെ സംബന്ധിച്ച് പറയുന്നത്, ഫിസിക്കൽ എക്സാം പരീക്ഷ, അതായത് നമ്മളിപ്പോ 2 ട്രേഡ്സിന് അയക്കുന്ന ആൾ, ഇനി നഴ്സിംഗ് അസിസ്റ്റന്റുള്ള ആൾക്ക് 3 ട്രേഡിന് അയക്കാം. ആ വ്യക്തികൾ പരീക്ഷകൾ 3 വ്യത്യസ്തമായിട്ട് എഴുതണം. നഴ്സിംഗ് അസിസ്റ്റന്റ് ആണെങ്കിൽ ഒരു പരീക്ഷ, GDയുടെ മറ്റൊരു പരീക്ഷ, ക്ലർക്ക് ആണെങ്കിൽ 3 പരീക്ഷകൾ എഴുതണം. പക്ഷെ ഇതിന്റെ ഫിസിക്കൽ ഇവര് 3ഉം കൂടി, അല്ലെങ്കിൽ എത്രയാണോ ചെയ്യുന്നത് ഇത് സിംഗിൾ ആയിട്ട് ചെയ്താൽ മതി. പക്ഷെ അന്നേരം ഒരു പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ക്ലർക്കിന്റെ പരീക്ഷ പാസ്സായി, ട്രേഡ്സ്മാന്റെ പരീക്ഷ പാസ്സായി, അല്ലെ നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ പരീക്ഷ പാസ്സായി. അപ്പോൾ നമ്മള് ഒരു ഫിസിക്കൽ ചെയ്തു, ഫിസിക്കലി തോറ്റുപോയാലോ? 3 എണ്ണത്തിനും കൂടി ഒറ്റ ഫിസിക്കൽ അല്ലേ ഉള്ളൂ. ആ ഫിസിക്കൽ തോറ്റാൽ നമ്മൾ ഔട്ടായി പോകും. 3 ഫിസിക്കൽ ഇല്ല എന്നുള്ള ഓർമ്മയുണ്ട്. അതിൽ അല്പം കൂടി ക്ലാരിറ്റി വരാനുള്ളത്, നഴ്സിംഗ് അസിസ്റ്റന്റിന്റെതും അഗ്നിവീറിന്റെയും സെപ്പറേറ്റ് ഫിസിക്കൽ ഉണ്ടാകുമോ എന്നുള്ള ഒരു തോന്നൽ മാത്രമേ അതിനകത്ത് ബാലൻസിങ്. ബാക്കി മനസ്സിലാക്കണം. നഴ്സിംഗ് അസിസ്റ്റന്റോ ടെക്നിക്കൽ ആണെങ്കിൽ 6 മിനിറ്റ് 15 സെക്കൻഡിനുള്ളിൽ ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. ഇനി 5:40 എത്തിയില്ലെങ്കിലും പ്രശ്നമില്ല. അവിടെ മാനദണ്ഡം എന്താണ്? നമ്മളെ എഴുത്ത് പരീക്ഷയുടെ മാർക്ക് മാത്രമാണ്. എന്നാൽ GD അതേപോലെ ട്രേഡ്സ്മാൻ കാറ്റഗറിയിലേക്ക് നമ്മളെ ഗ്രൂപ്പിന്റെ പോയിന്റുകൾ കൂടി ആഡ് ചെയ്യുന്നു. അപ്പൊ GDയിലേക്ക് ഓടുന്ന ആൾ എന്തായിരിക്കണം? 5:20 ഓടിയിട്ട് വന്നിട്ട് എന്ത് ചെയ്യണം? അല്ലെ 5:30 ഓടി 1ാം ഗ്രൂപ്പിൽ തന്നെ എത്തിയിട്ട് നമ്മളെ പോയിന്റ് കരസ്ഥമാക്കാൻ നോക്കണം. 10 ഉള്ള പഠിക്കണം. അങ്ങനെ 100ൽ 100 മാർക്ക് വാങ്ങാനുള്ള കഴിവുണ്ടായിരിക്കണം എന്ന് ഉറക്കുക. ഇതുപോലെ തന്നെ ഇതിന്റെ നമുക്ക് മെഡിക്കൽ വരില്ലേ മക്കളെ? ഈ മെഡിക്കൽ വരുന്നതും ഒറ്റത്തവണ മാത്രമേ ഉള്ളൂ. ഈ മെഡിക്കലും ഒന്നിച്ച് തന്നെ എത്ര ട്രേഡിന്റെ നിങ്ങൾ പാസ്സായിട്ടുണ്ടോ അതിന്റെ മെഡിക്കലും കൂടി ഒരു മെഡിക്കലിൽ തന്നെ യോഗ്യതയാകും. ഇനി എല്ലാത്തിന്റെ ഈ മെഡിക്കൽ പാസ്സായി 2-3 പരീക്ഷയും പാസ്സായെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ഏതാണോ. തീർച്ചയായിട്ടും നഴ്സിംഗ് അസിസ്റ്റന്റ് ജയിച്ച ഒരു വ്യക്തി നഴ്സിംഗ് അസിസ്റ്റന്റ് സ്വീകരിക്കുള്ളൂ. ക്ലർക്ക് ജയിച്ച ആൾ ക്ലർക്ക് ജയിക്കും, ടെക്നിക്കൽ ജയിച്ച ആൾ ടെക്നിക്കും, അത് കഴിഞ്ഞ് GD. ഏറ്റവും അവസാനമാണല്ലോ ട്രേഡ്സിലേക്ക് നമ്മൾ പോവുക. തീർച്ചയായിട്ടും അത് ആ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുള്ളൂ. ഇനി നമ്മൾക്ക് നോക്കേണ്ടത് ഈ പരീക്ഷയിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? ഇതിന്റെ പരീക്ഷയിൽ നോ നെഗറ്റീവ് മാർക്കിംഗ്. നെഗറ്റീവ് മാർക്ക്
ഇല്ല എന്ന് പറഞ്ഞു. മക്കളെ, ഇത് ഗുണമാണോ ദോഷമോ? എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഇത് വളരെ ദോഷമാണ്. കാരണം എന്താണെന്നറിയാമോ? നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കരുതലോടുകൂടി പഠിക്കുകയും അതോട് കരുതലോടുകൂടി എക്സാം എഴുതുകയും, നെഗറ്റീവ് മാർക്ക് ഇല്ലല്ലോ, തെറ്റിയാലും നഷ്ടമില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? 50 ചോദ്യങ്ങളുണ്ട്, 50 ചോദ്യവും അറ്റൻഡ് ചെയ്യും. പക്ഷെ കൂടുതലും തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. മൈനസ് മാർക്ക് ഇല്ലെങ്കിൽ പോലും നമുക്ക് ലോസ് ആവുന്നുണ്ടല്ലോ മാർക്ക്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്ന സിസ്റ്റം, പിന്നെ കാർഡടച്ച് വെടിവെച്ച് വരുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആളുകളോട് കൂടി നിങ്ങൾ കോമ്പറ്റീഷൻ ചെയ്ത് വരുന്നതുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ട് കറക്റ്റ് ആക്കുക. തെറ്റില്ല, മൈനസ് മാർക്ക് ഇല്ലല്ലോ എന്ന് കാണുന്നതെല്ലാം കറപ്പിക്കാനുള്ള ഒരു മൂഡ് നമുക്കുണ്ടാകും. അതുകൊണ്ട് നെഗറ്റീവ് മാർക്ക് ഇല്ല എന്ന് പറയുന്ന ഒരു പോരായ്മ. എന്നാൽ ഇതിൽ അടിയുറച്ചൊന്നും ആരും വിശ്വസിക്കേണ്ട. എക്സാമിന് മുമ്പായിട്ട് ഇവർക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും കേട്ടോ. ആ മാറ്റങ്ങൾ വരുത്തിയിട്ട് നെഗറ്റീവ് മാർക്ക് ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് അങ്ങനെ തന്നെ ചിന്തിച്ചു, നെഗറ്റീവ് മാർക്ക് ഇല്ല, ഇനി അങ്ങനെ വന്നാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള ചിന്തയിൽ തന്നെ നിങ്ങൾ പോവുക. അങ്ങനെ തന്നെ ഷിഫ്റ്റ് വൈസ് നമ്മുടെ എക്സാമിനേഷൻ നടക്കുന്ന കൊണ്ട് നമ്മൾ എന്താണ്, SSC GD പോലെ ഇതിന് എന്ത് ചെയ്യും? നോർമലൈസേഷൻ കൂടി നടപ്പാക്കും. അതും ഓർത്തു വെച്ചേക്കാം. സാധാരണ നമുക്ക് ആർമിയിൽ നോർമലൈസേഷൻ നടത്തേണ്ട ആവശ്യം വരാറില്ല. ഒന്നിച്ചു പോകുന്നു, ഒറ്റയടിക്ക് എക്സാം കഴിയുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ ഷിഫ്റ്റ് ബേസ് എക്സാം ആയതുകൊണ്ട് ചില ഷിഫ്റ്റിൽ എക്സാം കുറച്ച് ഹാർഡായിരിക്കും, ചിലതിൽ സിമ്പിൾ ആയിരിക്കും. അതുകൊണ്ട് നോർമലൈസേഷൻ കൂടി വരും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മറക്കാൻ പാടില്ല. അടുത്തതും ഏറ്റവും വലുതായതാണ് നമ്മൾ മുന്നേ കേട്ടിട്ടുള്ള അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ്. ഇത്തവണ മുതൽ നിർബന്ധമായിട്ടും ഇതിനകത്ത് ഉണ്ടാകും. അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് നിർബന്ധമാണ്. അഭിരുചി പരിശോധന എന്നുള്ള ടെസ്റ്റ് ഉണ്ടാവും. ഈ ടെസ്റ്റിന് പോകുന്ന സമയത്ത് എന്തായിരിക്കും? നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടായിരിക്കണം, നെറ്റ് ചാർജ് ഉണ്ടായിരിക്കണം. ഇതിലൂടെ അവര് നിങ്ങളുടെ പരീക്ഷ നടത്തും, ക്വസ്റ്റ്യൻസ് വരും, അതിന്റെ ആൻസർ ചെയ്യും. അതൊക്കെ വഴിയെ നിങ്ങൾക്ക് എന്താണ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്നുള്ള കാര്യങ്ങൾ മറ്റൊരു അവസരത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ ഇതാണ് ഇത്തവണ നമ്മളെ ഇന്ത്യൻ ആർമിയിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട മാറ്റം. അതിലേറ്റവും നമുക്ക് ഉപകാരപ്രദമായ മാറ്റം എന്താണ്? 25 ഏപ്രിൽ വരെ ഓൺലൈൻ അപേക്ഷ അയക്കാനുള്ള സാഹചര്യം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഓൺലൈൻ അപേക്ഷ അയക്കണം. ഇനി നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റ് 1-2 കാര്യങ്ങളുണ്ട്. ഇത് പല കുട്ടികളും വിളിച്ചു ചോദിക്കുന്ന കാര്യമാണ്. നമ്മൾ ആപ്ലിക്കേഷൻ അയച്ചപ്പോൾ ചില തെറ്റുകൾ വന്നു. മക്കളെ, തെറ്റൊക്കെ സ്വാഭാവികമാവരാണ്. പക്ഷെ ആ തെറ്റുകൾ തിരുത്താൻ 2 വഴികൾ നിങ്ങളുള്ളൂ. ഒന്ന്, ARO നമുക്കറിയാലോ, കേരളത്തിൽ 2 എണ്ണം ഉണ്ട്. ARO കാലിക്കറ്റ്, ARO തിരുവനന്തപുരം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഏത് ARO ഉണ്ട് അണ്ടറിലാണോ വരുന്നത്? 14 ജില്ലകളുള്ളിൽ 7 ജില്ലകൾ കാലിക്കറ്റിനും 7 ജില്ലകൾ തിരുവനന്തപുരത്തിനാണ്. അപ്പൊ ആ AROനെ നിങ്ങൾ സന്ദർശിക്കുക, അവരോട് കൃത്യമായിട്ട് പറയുക, നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, നമ്മുടെ സെലക്ഷൻ പ്രൊസീജിയർ പൂർത്തിയാക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. ലാംഗ്വേജിന്റെ പ്രശ്നം പോലും വരില്ല. നിങ്ങൾക്ക് മലയാളം സംസാരിക്കുന്ന ആളുകൾ തന്നെ ഉണ്ടാകും. നിങ്ങൾക്ക് അവിടെ കൃത്യമായ രീതിയിൽ അത് പറഞ്ഞു തരും, തിരുത്തൽ വരുത്താം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, നിങ്ങൾ ഈ അപേക്ഷ അയച്ചത് ഏത് ട്രേഡിന്റെ ആണോ, എന്താണോ തെറ്റ് വന്നത്, ആ അപേക്ഷ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മൊത്തമായി ഡിലീറ്റ് ചെയ്ത അപേക്ഷ ക്യാൻസൽ ചെയ്യുക. അത് ചെയ്തതിന് ശേഷം ഫ്രഷ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ അയക്കണം. ഫ്രഷ് ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ 250 രൂപ അടച്ചില്ലേ, അത് സ്വാഹയം. അപ്പൊ എന്തായി? പുതിയൊരു അപേക്ഷ അയക്കണമെങ്കിൽ പുതിയ അപേക്ഷയായിട്ട് നമ്മൾ OTP ഒക്കെ വന്ന് അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 250 രൂപ ഫീസ് രണ്ടാമതായി. ഒന്നിൽ നിങ്ങൾ എയറായിൽ പോയി തിരുത്തുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. എയറിൽ പോകാൻ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ ഇത് ചെയ്യാം. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്തവണ പരീക്ഷ നിങ്ങൾക്ക് മലയാളത്തിൽ കൂടി എഴുതാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ മലയാളത്തിൽ എക്സാം എഴുതുന്നതിനോട് എനിക്ക് വളരെ വിയോജിപ്പാ. മക്കളെ, ഇത് എന്തുകൊണ്ടാണ്? തീർത്തും ഇപ്പം ഇംഗ്ലീഷ് വായിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്തൊരു കുട്ടി ഉണ്ടാവുക ഇല്ല, വളരെ കുറവായിരിക്കും. കാരണം നമ്മളൊക്കെ 10th അല്ലെങ്കിൽ 12th അല്ലെ ഡിഗ്രി ഒക്കെ പഠിച്ചിട്ടിരുന്ന ആളാണ്. അത്ര ഫ്ലുവന്റ് ആയിട്ട് നമുക്ക് അറിയില്ലെങ്കിൽ നമ്മളുടെ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ. അങ്ങനെയുള്ള എല്ലാവരും ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതുന്നതായിരിക്കും നല്ലത്. ഇനി തീർത്തും മലയാളത്തിൽ എഴുതുന്ന ഒരാളാണെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും എഴുതുക, പാസ്സാകുക എന്നുള്ളതേ കാര്യമുള്ളൂ. പക്ഷെ അല്പം സ്വല്പം എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നവർ, അല്ലെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നവർ മലയാളം സ്വീകരിക്കാതിരിക്കുക, ഇംഗ്ലീഷിൽ എഴുതുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഈ മക്കളെ, കഴിഞ്ഞ റിക്രൂട്ട്മെന്റ് വരെ മലയാളത്തൊന്നും ഇല്ലായിരുന്നല്ലോ. ഇംഗ്ലീഷിലും ഹിന്ദിയിലും തന്നെയല്ലേ പരീക്ഷ എഴുതിയ. നമ്മൾ ഹിന്ദി തൊട്ടില്ല, ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതി. എന്നിട്ട് എന്താ, എത്ര കുട്ടികൾ കയറിപ്പോകുന്നു ഇല്ലേ? ഇപ്പൊ തന്നെ നമ്മളെ റിസൾട്ട് വന്നു, 32 കുട്ടികൾ നമ്മളെ ജയിച്ച് കയറിപ്പോയി. ആ 32 കുട്ടികൾ ജയിച്ചത് എങ്ങനെയാ?
അവരെല്ലാം ഇംഗ്ലീഷിലാണ് പരീക്ഷ എഴുതുന്നത്. അപ്പൊ അവർക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയില്ല? അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് കഴിയും എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. ഇത് കാതലായ നമ്മളെ മാറ്റങ്ങളാ. ഇത് നമ്മൾക്ക് അപേക്ഷകൾ അയക്കുന്ന സമയത്ത് വന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നുള്ള മാർഗമാണ്. കൃത്യമായിട്ട് ഇതിൽ നിങ്ങൾക്ക് ആർക്കും സംശയമില്ലല്ലോ. മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ഇതിനോടൊപ്പം ചില ആകാംക്ഷാപരതരായി ചില മക്കൾ ചോദിച്ചൊരു കാര്യമുണ്ട്, സാറേ നമ്മൾക്ക് സെലക്ഷൻ ആയില്ല, ഞാൻ നല്ല പോലെ പ്രതീക്ഷിച്ചിരുന്ന, ഇനി എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന്. അവർക്കൊരു ചാൻസ് ഉണ്ട്. ആ ചാൻസ് പറയുന്നതിന് മുമ്പേ പറയാം, ചില ചോദ്യങ്ങൾ നമുക്ക് വന്നു കണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്ലാസ്സുകൾ ഓൺലൈൻ തരുമോ? തിരുവനന്തപുരത്തൊക്കെയുള്ള കുട്ടികളെ വിളിച്ചത്, മക്കളെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ഓഫ്ലൈനും ക്ലാസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി ക്ലാസ്സുകൾ തുടങ്ങിക്കഴിഞ്ഞു, കുട്ടികളുടെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക്, ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതമുണ്ട്. ഇനി ദൂരത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താമസവും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് വന്ന് താമസിച്ചിരുന്നത് പഠിക്കാം. അപ്പൊ കാസർഗോഡ് നിന്നും, കോഴിക്കോട് നിന്നും, വടകരയിൽ നിന്നും, തൃശ്ശൂരിൽ നിന്നും, മലപ്പുറത്തുള്ള കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓൺലൈൻ ക്ലാസ് നൽകുന്നത് ഒരിക്കലും നഴ്സിംഗ് അസിസ്റ്റന്റിനോ അല്ലെങ്കിൽ നേവിയുടെ കേസിൽ വരുമ്പം മെഡിക്കൽ അസിസ്റ്റന്റിനോ, അതുപോലെ നേവിയുടെ SSRനോ, ടെക്നിക്കലിനോ, ക്ലർക്കിനോ നമ്മൾ എന്ത് തരുന്നില്ല? ഓൺലൈൻ ക്ലാസ് തരുന്നില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവ കുറച്ചുകൂടി കുട്ടികളെ മുഖവിലക്കെടുത്ത് അവരുടെ മുന്നിലിരുത്ത് പഠിപ്പിച്ചില്ലെങ്കിൽ അത്ര കൃത്യമായ ഒരു റിസൾട്ട് അതിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിനെന്ത് ചെയ്യാത്തത്, നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് തരാം. എന്നാൽ സോൾജർ GDക്കോ, ട്രേഡ്സ്മാനോ, വുമൺ മിലിറ്ററി പോലീസിനോ ആണെങ്കിൽ, അതുപോലെ നേവിയുടെ MR ആണെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സും തരുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾ നമ്മളെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി, അതിന്റെ കൃത്യമായ തീരും. പിന്നെ നമ്മൾ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണേ, നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പരിചയമുള്ള ആർക്കെങ്കിലും ഉപകരിക്കുന്ന മാറ്ററുകളാണെങ്കിൽ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്താൽ, ഇല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം, അറിഞ്ഞു വെക്കാം, അതിനൊന്നും കുഴപ്പമില്ലല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചെയ്യാം കേട്ടോ. ഇനി അതുപോലെ നിങ്ങൾ ഒരു കാര്യം ഇമ്പോർട്ടൻസ് ആയിട്ട് ഇത്തവണ ഓർത്തിരിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഈ നമ്മളുടെ കേരളത്തിലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആൾമാറാട്ടം നടത്തിയിട്ട് ഓടുകയും പരീക്ഷ എഴുതുകയും ചെയ്യുന്നതുകൊണ്ട് ഇത്തവണ വന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ ആധാർ വെരിഫിക്കേഷന് ശേഷം മാത്രമേ നിങ്ങൾ പരീക്ഷയിൽ എഴുതാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഫോട്ടോയൊക്കെ മാറിപ്പോയി കഴിഞ്ഞാലും ആധാർ നമ്പറും കാര്യങ്ങളും ഉണ്ടല്ലോ അപേക്ഷിച്ച്, ആ നമ്പർ ചെത്ത് വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളെ ഫിസിക്കലിലാണെങ്കിലും റിട്ടണിലാണെങ്കിലും പ്രവേശിപ്പിക്കുള്ളൂ എന്നുള്ളവർക്ക് ഒരു കാരണവശാലും ആരും ആൾമാറാട്ടം നടത്താൻ പോകരുത്. പിടിക്കപ്പെട്ടാൽ ഡയറക്റ്റ് ജയിലിലേക്കേ പോകുകയുള്ളൂ. സിവിൽ ലോയും ആർമി ലോയും നിങ്ങളുടെ മുമ്പിൽ ഇംപ്ലിമെന്റ് ആകും. അപ്പൊ നിങ്ങൾക്ക് എന്താ സംഭവിക്കുക, ഫ്യൂച്ചറിൽ ഒരു ജോലിക്കും വേണ്ടി അപ്ലൈ ചെയ്യാനോ പോകാനോ നിങ്ങൾ പറ്റാത്ത ഡീബാർ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ആരും ചെയ്യില്ല. അവരവരുടെ കഴിവിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അതിന് പോകണം കേട്ടോ. അപ്പൊ ആധാർ വെരിഫിക്കേഷൻ നിങ്ങൾക്ക് എവിടെ ഉണ്ടാകും? ഒന്ന്, പരീക്ഷ എഴുതുന്ന സമയത്ത് ഉണ്ടാകും. രണ്ട്, നിങ്ങൾ ഫിസിക്കൽ നടക്കുന്ന സമയത്ത് നിർബന്ധമായും ഇത്തവണ മുതൽ ചെയ്യും. പിന്നെ ഒന്ന് രണ്ട് പേര് ചോദിച്ചൊരു സംശയമാണ്, ചിപ്പ് ഘടിപ്പിച്ചിട്ടാണ് ഓടില്ല. ചിപ്പ് ഘടിപ്പിച്ചിട്ടൊന്നും ഓടിക്കുന്നില്ല, അതിനെക്കുറിച്ച് തീരുമാനം എടുത്തിട്ടില്ല. പക്ഷെ മാൻ പവർ കുറച്ചുകൂടി കുറച്ച് വെച്ച് ഓടിക്കാനുള്ള സാധ്യത അവര് തിരക്കുന്നുണ്ട്. ഒരു 50 പേരെ വെച്ച് മാത്രം ഓടിച്ചാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷെ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ ഡിപ്പെൻഡിങ് ഓഫ് കമാൻഡിങ് ഓഫീസർ ആണ്, ആരാണോ റിക്രൂട്ട്മെന്റ് നടത്തുന്ന ആ ഓഫീസറുടെ മുകളിലാണ് അതിന്റെ ചുമതല ഉള്ളത്. തീർച്ചയായും നമ്മൾ അങ്ങനെ നമുക്ക് അനുകൂലമായ രീതികൾ മാത്രം ഉണ്ടാകും എന്ന് ചിന്തിക്കണം. പിന്നെ മറ്റൊന്നുകൂടി ഓർക്കുക, നമുക്ക് ഇത്രയും സമയങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് നമ്മളെ പരീക്ഷ അധികം നീണ്ടുപോകും എന്ന് ആരും ചിന്തിക്കരുത്. ഇനി നേവിയുടെ പരീക്ഷയാണെങ്കിൽ മെയ് മാസം പകുതിയോടുകൂടി നേവിയുടെ പരീക്ഷ ഉണ്ടാകും. ആർമിയുടെ പരീക്ഷ എപ്പോഴുണ്ടാകും? ജൂൺ പകുതിക്ക് ശേഷം, അതായത് ജൂൺ 10 മുതൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ കൂടി പരീക്ഷ, ആർമിയുടെ പരീക്ഷ കൂടി പ്രതീക്ഷിക്കാം. അങ്ങനെ ജൂൺ 10 കൂടി നിങ്ങളെ പരീക്ഷ ഉണ്ടായാലോ, തീർച്ചയായിട്ടും മക്കളെ നിങ്ങൾക്ക് ജൂൺ അവസാനം അല്ലെങ്കിൽ ജൂലൈ ഒരു 15-20 കൂടിയിട്ട് നിങ്ങളുടെ ഫിസിക്കലും ഉണ്ടാകുമെന്ന് ചിന്തിക്കുക. അപ്പോ പരീക്ഷയ്ക്ക് പഠിക്കുന്നതോടൊപ്പം നിങ്ങൾ ഫിസിക്കലിനും കൂടി ഒരല്പം പ്രാധാന്യം കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഒന്നുമല്ലെങ്കിൽ റണ്ണിങ്ങിന് കാര്യങ്ങൾ പോകുന്നില്ലെങ്കിൽ പോലും മോർണിംഗ് വാമപ്പ് കാര്യങ്ങൾ ചെയ്തതിനു ശേഷം നിങ്ങൾ പുള്ളപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രമിച്ചിരുന്നാൽ അവസാന ഘട്ടത്തിലേക്ക് ഉണ്ടാവില്ല. മെഡിക്കൽ പരമായ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ അത് നിങ്ങൾക്ക് പറഞ്ഞു തരും. അവയെക്കുറിച്ച് വേണ്ട കാര്യങ്ങൾ നോക്കുക. ചെസ്റ്റ് കുറവുള്ളവർ അത് പറയുക, കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. തീർച്ചയായും ഇത്തരമൊരു സുവർണാവസരം 17.5 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കിട്ടിയതാണ്. നമ്മൾ കേരളത്തിലെ +2 കഴിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ പരീക്ഷ എഴുതിയിരിക്കുന്ന എല്ലാ കുട്ടികളും
ഞാൻ പറയുന്ന എല്ലാ കുട്ടികളും, നിങ്ങൾ നാളെ BSc നഴ്സിംഗ് പഠിക്കാനോ ഡോക്ടർ ആകാനോ എഞ്ചിനീയറിംഗ് പോകാനോ ശാരീരിക വൈകല്യങ്ങൾ ഇല്ലാത്ത, കാഴ്ചശക്തിക്ക് പ്രശ്നമില്ലാത്ത എല്ലാ കുട്ടികളും 250 രൂപ മുടക്കി ഇതിലായിക്കുക. നിങ്ങൾ ഇതിന് പഠിച്ച് പരീക്ഷ ഒന്ന് എഴുതുക. ഒരുപക്ഷെ നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ പോയി പഠിക്കുന്നില്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരീക്ഷ എഴുതുക. ഇങ്ങനെ ഒരു പരീക്ഷ നിങ്ങൾക്ക് ക്വാളിഫൈഡ് ചെയ്യാൻ പറ്റിയോ എന്നുള്ളത് നോക്കുക. ആകെ നിങ്ങൾ മുടക്കുന്ന ഒരു 250 രൂപയായിരിക്കും. പക്ഷെ നിങ്ങൾക്കൊരു എക്സാം എഴുതാനുള്ള അവസരം കിട്ടിയല്ലോ എന്ന് ഓർക്കുക. വീണ്ടും മറ്റു കുട്ടികളുടെ സംശയമാണ് അഗ്നിവീർ പദ്ധതി അല്ലേ എന്ന്. മക്കളെ, അഗ്നിവീർ പദ്ധതി എന്ന് നിങ്ങൾ ചിന്തിച്ച് കാത്തിരിക്കരുത്. 4 വർഷം കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു 10-40 ലക്ഷം രൂപ നിങ്ങൾ ശമ്പളം വാങ്ങുന്നത്. ഇനി പുതിയ പേ കമ്മീഷൻ വരുമ്പോൾ സാലറി അതിൽ ഇൻക്രീസ് ചെയ്യും. നിങ്ങൾ പിരിഞ്ഞു വരുമ്പോൾ ഒരു 10-20 ലക്ഷം രൂപ നിങ്ങളെ കയ്യിൽ ഉണ്ടാകും. അത് നിങ്ങൾക്ക് ബാങ്കിലിട്ടാലും അതിന്റെ ഇൻട്രസ്റ്റ് കിട്ടും. നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി നിങ്ങൾക്ക് BSFലും CRPFലും RPFലും എല്ലാത്തിലും റിസർവേഷൻ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അതുകൂടി ഒരു മുൻഗണനയായിരിക്കും. അപ്പൊ ഈ ഒരു അവസരം നിങ്ങൾ സ്വീകരിക്കുക. 4 വർഷം കൊണ്ട് +2 ശേഷം നിങ്ങൾ ഇന്റർഗ്രേറ്റഡ് ഡിഗ്രി പഠിച്ച് 17 വർഷത്തെ 21 വർഷത്തെ ഡിഗ്രി ചെയ്യുന്നു, 2 വർഷത്തെ PG പഠിക്കും. വീണ്ടും നിങ്ങൾ എത്തിച്ചേരുന്ന ഡിഫൻസ് മേഖലകളിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു PSC പഠനത്തിലായിരിക്കാം. ഇപ്പൊ നിങ്ങൾക്കറിയാം, തിരുവനന്തപുരത്ത് വനിതാ PSC പാസ്സായ വനിതാ പോലീസ് കോൺസ്റ്റബിൾമാര് നിരാഹാര സമരത്തിലേക്ക് നീങ്ങുകയാണ്. ജോലിക്ക് അത്ര മാത്രമേ സാഹചര്യങ്ങളുള്ളൂ. അതിന് ഒരു ഗവൺമെന്റിനെയും നമ്മൾ കുറ്റം പറയുന്നില്ല. സാഹചര്യങ്ങൾ അതിനകത്ത് പലതുണ്ടാകും. ശമ്പളം കൊടുക്കാനുള്ള പൈസ വേണം, വേക്കൻസികൾ വേണം, പക്ഷെ നമുക്ക് ജോലി വേണം. അപ്പോൾ ഏറ്റവും നല്ലൊരു അവസരമാണ്. എല്ലാ മക്കളും ഇത് വെക്കുക. ചില മാതാപിതാക്കളുടെ ഇപ്പോഴത്തെയും ചോദ്യം ഇതാണ്, 4 വർഷത്തെ അഗ്നിവീർ അല്ലേ? മക്കളെ, 4 വർഷത്തെ അഗ്നിവീർ ആയിക്കോട്ടെ, 4 വർഷത്തേക്ക് നിങ്ങൾ സേഫ് അല്ലേ? ഈ 4 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്കിൽ സർട്ടിഫിക്കറ്റ് തരുന്നുണ്ട്. മറ്റതിൽ നിങ്ങൾക്ക് പെർസെന്റേജ് ഉണ്ട്, മുൻഗണനയുണ്ട്. അതുമല്ല, 4 വർഷത്തിന് ശേഷം സ്ഥിരപ്പെടുന്ന ആളുകളിൽ 25% നിങ്ങളിൽ ഒരാൾ പെടില്ല എന്ന് നിങ്ങൾക്ക് ആദ്യമേ അറിയാവോ? അതായത് നിങ്ങൾക്ക് എന്തോ പോരായ്മ ഉണ്ടെന്ന് നിങ്ങളുടെ മാതാപിതാക്കൾ കരുതുവാണോ? പിന്നെ നാട്ടുകാർ പറയുന്ന വാക്ക് കേട്ടാൽ നിങ്ങൾ എവിടെയും എത്തില്ല. ഒരു നാട്ടുകാരൻ നിങ്ങൾ 1 മിനിറ്റ് പട്ടിണി, അല്ല ഒരു ദിവസം പട്ടിണിയാണെങ്കിൽ, ഒരു നേരം പട്ടിണിയാണെങ്കിൽ, ഒരു നേരത്തെ ചോറ് നിങ്ങൾക്ക് ആരും വാങ്ങിത്തരില്ല, ഒരു നേരത്തെ ചായ വാങ്ങിത്തരില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാതെ നിങ്ങളുടെ മനസ്സെന്താണോ പറയുന്നത്, നിങ്ങളെ കഴിവെന്താണോ പറയുന്നത്, നിങ്ങൾ അത് ചെയ്യുക. നല്ല രീതിയിൽ പഠിക്കുക, നല്ല പൊസിഷനിൽ എത്തുക, നിങ്ങളുടെ ഭാവി വളരെയധികം ശോഭനമാക്കുക. അപ്പോ മറ്റൊന്നുമില്ല. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം കൂടെ പറയാം. ക്ലർക്കിന്റെ പരീക്ഷയ്ക്ക് അപേക്ഷ അയച്ച ആളുകൾ ഓർക്കുക, നിങ്ങൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട് കേട്ടോ. ടൈപ്പിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് 1 മിനിറ്റിൽ 30 വേർഡ്സ് നിങ്ങൾ ടൈപ്പ് ചെയ്തിരിക്കണം, ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ. അപ്പൊ ഇംഗ്ലീഷ് നമുക്ക് എളുപ്പമായിരിക്കും, ഹിന്ദിയല്ല. അപ്പം ഇത് അറിയത്തില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ക്ലർക്കിന് അപേക്ഷിച്ചെങ്കിൽ പ്രശ്നമൊന്നുമില്ല മക്കളെ. 2 മാസം 2.5 മാസം ഏകദേശം 50 ദിവസത്തോളം നമുക്ക് ഇപ്പൊ മുതലുണ്ട്. ഈ 50 ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ, 50 ദിവസം നിങ്ങൾ 1 മണിക്കൂർ വേണ്ടെന്നേ. നിങ്ങൾ ഒരു നെറ്റ് കഫേയിൽ, അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയുന്നത്, പല ഡീലിഫ്റ്റ് അങ്ങനെ പോലുള്ള കമ്പ്യൂട്ടർ സെന്ററുകൾ ഗവൺമെന്റിന്റെ ഓഫറുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അവരെടുക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പരീക്ഷ കഴിയുമ്പോൾ ആ അടച്ച ഫീസ് പോലും നിങ്ങൾക്ക് സർക്കാർ തിരിച്ചു നൽകുന്നുണ്ട്. അങ്ങനെ പല പദ്ധതികളുണ്ട്. നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക. തീർച്ചയായിട്ടും കമ്പ്യൂട്ടർ പഠിക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് പഠിക്കുക. പഠിച്ച് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓർക്കണം, ഈ ടൈപ്പിംഗ് ടെസ്റ്റ് ആയിരിക്കും ക്ലർക്കിൽ എക്സാമിന് മുമ്പുണ്ടാവുക. ഈ ടെസ്റ്റ് പാസ്സായവർക്ക് ക്ഷമിക്കണം, ഈ ടെസ്റ്റ് പാസ്സായവർക്ക് മാത്രമായിരിക്കും ക്ലർക്കിന്റെ എഴുത്ത് പരീക്ഷ നടക്കുന്നതെന്ന് ഓർക്കുക. ഇത് ക്ലർക്കിന് അപേക്ഷിച്ച ആളുകൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവിധ ആശംസകളും എല്ലാവർക്കും. ക്ലാസ് സംബന്ധമായ സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ അറിയാവുന്നതാണ്. എന്നാലും ഒന്നുകൂടി എഴുതുന്നു, 9447000161 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നവരായിക്കോട്ടെ, ഏത് ജില്ലയിലുള്ളവരായിക്കോട്ടെ, നിങ്ങൾക്ക് സംശയങ്ങൾ വന്നാൽ ചോദിക്കുക. നമുക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞുതരാം. വിളിച്ചാൽ എന്തെങ്കിലും കാരണവശാൽ ഈ നമ്പറിൽ ബിസിയാണ്, കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്യുക. ദയവേത് നിങ്ങൾ പറയുക, ഞാൻ പേര് സ്ഥലം ഒന്ന് പറഞ്ഞിട്ട് ഇന്ന ട്രേഡിനെ കുറിച്ചുള്ള സംശയമാണെന്ന് പറഞ്ഞാൽ കൃത്യമായി ഓരോന്നിന്റെ വ്യത്യസ്തമായി പറഞ്ഞു തരാം. അല്ലാതെ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാവോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അറിയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു.